വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു ചെറിയ കഷ്ണം മത്തൻ കൊണ്ടൊരു കറിയാണ്. മത്തനിൽ ധാരാളം വൈറ്റമിൻ എ, വൈറ്റമിൻ സി, പൊട്ടാസ്യം, ഫൈബർ എല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഇനി നമ്മൾ എടുക്കുന്നത് കാന്താരിയാണ്. വീട്ടിൽ തന്നെയുള്ള കാന്താരി ഇതാ മുളകെല്ലാം പറിച്ചെടുക്കുകയാണ്. എന്നിട്ട് മത്തൻ ഇതാ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊന്നും പോക്കിയില്ല കേട്ടോ, തോല് പോക്കേണ്ട ആവശ്യമില്ല. നല്ല ഫൈബറാണ്, റിച്ച് ഫൈബർ. പിന്നെ അതിലേക്ക് ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 8-10 നമ്മൾ പറിച്ചെടുത്ത കാന്താരിയും പാകത്തിന് ഉപ്പും ഇതെല്ലാം കൂടെ നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അതായത് ഈ കഷ്ണങ്ങളുടെ ഈക്വലായിട്ട് വെള്ളം മതി. എന്നിട്ട് കുക്കർ അടച്ച് നമ്മൾ അടുപ്പത്ത് വെച്ച് ഒരേ ഒരു വിസിൽ വന്നാൽ മതി. മത്തനൊക്കെ വേഗം വേവും കേട്ടോ. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഒന്ന് ഓഫാക്കുക. എന്നിട്ട് അടുത്ത പണി നോക്കാം. ഇനി കറിക്ക് കുറച്ച് തേങ്ങ അരയ്ക്കണം. അതിൽ ഞാനിതാ പറമ്പ് തന്നെ ഉള്ള ഒരു കറിവേപ്പില എടുക്കുക, ഒരു തണ്ട് കറിവേപ്പില. നാളികേരം ചിരകി വെച്ച് ഒരു മുറി നാളികേരം, അതിലേക്ക് നമ്മളെടുത്ത കറിവേപ്പില ഈരിയിടുക. പിന്നെ ഒരു 5-8-10 ചുവന്നുള്ളിയാണ്. പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകവും ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് വാരിയിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, ഒരുപാട് വേണ്ട കേട്ടോ. ഈ തേങ്ങ നമ്മൾ മാറ്റി വെച്ച് എന്തിനാ അറിയാം, അവസാനം ഒരു വറവ് വയ്ക്കാനാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക മിക്സിയുടെ ജാറിലേക്ക്, ഒരുപാട് ഒഴിക്കരുത് കേട്ടോ. എന്നിട്ടൊന്ന് പരുപരുക്കൻ അരച്ചെടുത്താൽ മതി. അതായത് ഫൈൻ പേസ്റ്റ് അല്ല, ഒന്ന് റഫായിട്ട്. കണ്ടോ, ഞാൻ അരച്ചെടുത്തത് റഫായിട്ടുള്ള അരച്ചെടുക്കലാണ് കേട്ടോ, നല്ല ഫൈനൊന്നല്ലേ. ഇതാണ് ഇതിൻ്റെ പാകം. എന്നിട്ട് നമ്മളതാ കുക്കർ വീണ്ടും അടുപ്പത്ത് വെച്ച് ഒന്നുകൂടി തീ കത്തിച്ചതാണ് കേട്ടോ. അപ്പോൾ തിളയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. അപ്പം നമ്മളെ കറി കണ്ട് റെഡിയാവും കേട്ടോ. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ വലിയ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതാ ഇങ്ങനെയൊന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ. അപ്പം കറിക്ക് ഒരു തിക്നെസ്സും കൂടും, കറിയിൽ കഷ്ണങ്ങളൊക്കെ അതിൽ പെട്ടോളൂ കേട്ടോ. മത്തൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക കേട്ടോ. ഇനി ഒരു വറവ് വയ്ക്കണം. അതിനിതൊരു ഫ്രൈങ് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. വെളിച്ചെണ്ണയിൽ ഒഴിച്ച് നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ വറവ്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച നാളികേരം അതിലിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരു ഫ്ലെയിം കുറച്ച് വെച്ച് വറുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞോ, ഇരുമ്പല്ലേ. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മളെ കറിയിലേക്ക് കണ്ട് ഒഴിക്കുക. മക്കളെ, ഇത് മതി നമുക്ക് ചോറിന്, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറിക്ക് കേട്ടോ. പിന്നെ മത്തൻ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക്, പിന്നെ നമ്മളെ സ്കിന്നിന്, ഹൃദയാരോഗ്യത്തിന് എല്ലാം വളരെ നല്ല. അതുപോലെ വെയിറ്റ് ലോസിന്, പിന്നെ ധാരാളം ഫൈബർ ഉണ്ടല്ലോ, അപ്പം വയറിനെല്ലാം വളരെ നല്ലതാണ് കേട്ടോ, ഗട്ട് ഹെൽത്തിന്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു. പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ ഫ്രണ്ട്സിന്, ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.